ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് വെട്ടിച്ചിറ ചുങ്കം ഭാഗത്താണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ഇവിടുന്ന് വെട്ടിച്ചിറ ടൗൺ ഭാഗത്തേക്കാണ് പോകുന്നത്, അങ്ങാടിയുള്ള ഭാഗത്തോട്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പാലം വന്നിട്ടുണ്ട് ചുങ്കം ഭാഗത്ത്, അതിൻ്റെ കാഴ്ചയാണത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക്. ഇതാണ് ഈ ഭാഗത്തുള്ള, ഈ ജംഗ്ഷൻ ഭാഗത്തുള്ള കാഴ്ചയാണ്. മുന്നോട്ടുള്ള കാഴ്ചകൾ പോയി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതാണ് പുത്തനത്താണി ഭാഗത്തോട്ട് പോകുന്ന റോഡ്, ആ ഭാഗത്തോട്ടുള്ള കാഴ്ചകൾ. മഴ ആയതുകൊണ്ട് നല്ല ബ്ലോക്കുണ്ട്, അതേപോലെ ചളി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ. ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. നമുക്ക് മറ്റുള്ള ഭാഗത്തൊക്കെ പോകാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ ചുങ്ക ഭാഗത്ത് വന്നുള്ള പാലാണ് ഈ കാണുന്നത്. ഈ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ താഴ്ന്നൊരു ഭാഗമായിരുന്നു. ആ ഭാഗത്തൊക്കെ ഫില്ലറൊക്കെ കൊടുത്ത് പാലം പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇനിയിപ്പോൾ റോഡിലേക്ക് ഇങ്ങോട്ട് മുട്ടിക്കാനുള്ള ബാക്കി ഭാഗമാണ് ഇവിടെ. അതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. അതിൻ്റെ വർക്കൊക്കെ അവിടെ ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ പൊക്കിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് താഴെ ഭാഗത്തു നിന്നുള്ള കാഴ്ച. ഇവിടെ ഒരു കാട് പിടിച്ച ഒരു ഏരിയയിൽ ഈ ഏരിയ ഒക്കെ വെട്ടിത്തെളിച്ച് നല്ല രീതിയിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇപ്പോൾ ഈ കോർണർ ഭാഗത്തോട്ട് വരുമ്പോൾ കാണുന്നത് കാഴ്ച. മഴയാണ്, മഴയത്തൊക്കെ ആണ് വീഡിയോ ചെയ്യേണ്ടത്. കുടയൊക്കെ ചൂടിയാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഈ പാലവും ഈ റോഡും തമ്മിൽ മുട്ടിക്കാനുണ്ട്. ഇത്രയും വലിയ ഗ്യാപ്പുണ്ട് ഈ ഭാഗത്ത്. ഇത് ഇനി സ്ലാബ് ചെയ്ത് എങ്ങനെയൊക്കെ അറിയില്ല എനിക്ക്. ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഈ കമ്പിയുമായിട്ട് മുട്ടിക്കലാവും. അതിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. എങ്ങനെയായാലും ഒരു 3-4 മീറ്റർ ഡിഫറൻസ് ഗ്യാപ്പുണ്ട് ഇവിടെ. പാലം അടിപൊളിയായിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച. ഇങ്ങനെയാണ് ഈ ഭാഗത്തുള്ള ഇതൊക്കെ. ആദ്യം മെറ്റലാണ് ഈ ചുമര് ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത്. കട്ട വെക്കുന്ന ഭാഗത്ത് വെള്ളം ഇറങ്ങി പോകാനാണ് തോന്നുന്നുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. മഴയൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ട്. മഴയാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ കാണുന്ന പ്രവാസികളുണ്ടാവും. അപ്പോൾ ഇവിടെയും മഴയൊക്കെ എത്തിയിട്ടുണ്ട്. മഴയാണ് ഇപ്പോൾ. അതുകൊണ്ട് കുറച്ച് ലൈറ്റപ്പ് ഒക്കെ കുറവായിരിക്കും, ലൈറ്റൊക്കെ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇവിടെ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുപോയത് കാണാം. അവിടെ ഒരു മതിൽ കെട്ടുന്നുണ്ട്, വേറെ സെപ്പറേറ്റ് കോൺക്രീറ്റ് മതിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി വാളായിരിക്കും. ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി സർവീസ് റോഡ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ. ഈ പാലവും ചെറുതായിട്ട് ഒരു ചെരിവുണ്ട്, വളവും കൂടെ ഉള്ളൊരു ഭാഗമായതുകൊണ്ടായിരിക്കാം ഒരു ചെറുതായിട്ടൊരു ചെരിവുള്ള ഒരു പാലാണ് ഇവിടെ ഉള്ളതും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ പാലത്തിൻ്റെ മറ്റു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. മറ്റു സൈഡിലോട്ട് ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച. ഇവിടെ അതുപോലെ തന്നെ വർക്ക് കഴിഞ്ഞ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ജോയിൻ ചെയ്യാനുള്ള വർക്കിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാം. ഇവിടെ കമ്പിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇതാണ് ചുങ്കം ഭാഗത്തുള്ള കാഴ്ചയാണത്. വെട്ടിച്ചിറ ചുങ്കം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, വെട്ടിച്ചിറ ടൗൺ ഭാഗത്തേക്ക്. അവിടെയൊക്കെ വർക്ക് നടക്കുന്നത് കാണാം. JCB കാര്യമായിട്ടൊന്നും വർക്ക് ഇനി ചെയ്തിട്ടില്ല ഇവിടെ.
ഇവിടെ മണ്ണിട്ട് പൊക്കുന്ന വർക്കാണ് ഇപ്പോൾ നടക്കേണ്ടത്. അതന്നെ ഇപ്പോൾ വർക്കൊന്നും നടക്കുന്നത് കാണുന്നില്ല. മഴ ആയതുകൊണ്ട് നിർത്തി വെച്ചതാണ് തോന്നുന്നത്. ഇവിടെ ഒന്നും വർക്കേഴ്സൊന്നും കാണുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇത്തരത്തിലുള്ള വലിയ സ്ട്രോങ് ആയ ഒരു ബീമാണ് ആദ്യം കെട്ടുണ്ട്. അതിന് ശേഷം അവിടെ ഒരു കമ്പിയൊക്കെ വെച്ച് കാണാൻ നിങ്ങൾക്ക്. അതിലേക്ക് ഒരു ചെറിയ പാലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി ജോയിൻ്റാണ് ചെയ്യുന്നതാണ്. അതിനുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ബീം ഉണ്ടാക്കിയിട്ടുണ്ട് കാണാം. നല്ല സ്ട്രോങ് ബീം. അതും ഈ കമ്പിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ്റ് ചെയ്യുന്ന വർക്കാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ പാലവും റോഡും ഒരുപോലെ ആവും. ഇതാണ് ഈ ഭാഗത്തുള്ള കാഴ്ച. ഇതാണ് അടിഭാഗത്തുള്ള കാഴ്ച. അടിഭാഗം ഇങ്ങനെയാണ്. ഈ ഭാഗത്തൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പാലം പോലെ കെട്ടലായിരിക്കും വിചാരിക്കുന്നു. ഇതാണ്. നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. വെട്ടിച്ചിറ ടൗണിലുള്ള കാഴ്ച. ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച. മഴ ആയതുകൊണ്ട് ഇറങ്ങിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളം ആകെ ചളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഈ ഭാഗത്തൊക്കെ. ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ വെക്കാനുള്ള വർക്കാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ട്രെയിൻ ഉപയോഗിച്ച് ക്രാഷ് ബാരിയറൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതുപോലെ JCB ഇവിടെ റെഡിയാണ്. അതേപോലെ മണ്ണ് അമർത്തുന്ന മെഷീൻ ഇവിടെ എല്ലാം റെഡിയാണ്. ഈ ക്രാഷ് ബാരിയറാണ് അവിടെ വെക്കുന്നത്. ഇത്തരത്തിലുള്ള ക്രാഷ് ബാരിയർ അതൊക്കെ വെക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണ് ഇടിക്കണ അങ്ങനത്തെ പണികളൊന്നുമില്ല, മഴ ആയതുകൊണ്ട്. ഇതാണിപ്പോൾ ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഈ ഭാഗത്ത് ഒരു ടോൾ പ്ലാസ വരുന്നുണ്ട്. ടോൾ പ്ലാസയുണ്ട്. അതുപോലെ ഫുട് ഓവർ ബ്രിഡ്ജും കൂടെയാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ആളുകൾക്ക് ഇങ്ങോട്ട് റോഡിൻ്റെ സൈഡിലേക്ക് കയറി ഇറങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നുണ്ട്. അവിടെ ഒരു സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ വർക്കൊക്കെ അവിടെ കഴിഞ്ഞ് കാണാം. അതേപോലെ ഇവിടെ ഫുട്പാത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണാം. സർവീസ് റോഡൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പഴയ റോഡിൽ കൂടെ തന്നെയാണ് വണ്ടിയൊക്കെ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഉള്ള കാഴ്ച ഇപ്പോൾ ഇതാണ്. മഴ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. ടോൾ പ്ലാസൻ്റെ എന്തോ ഒരു ബിൽഡിങ് അവിടെ കാണുന്നുണ്ട്. അത് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ് തോന്നുന്നുണ്ട്. ഇതാണ് ആ ബിൽഡിങ്. KNRCൻ്റെ ഇതിൽ തന്നെയാണ്. ഈ റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ പുതുതായിട്ടൊരു ബിൽഡിങ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച. അപ്പോൾ ടോൾ പ്ലാസൻ്റെ അങ്ങോട്ട് പോയി നോക്കട്ടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിൽഡിങ്. ഇതെന്താണെന്ന് അറിയില്ല. ഇവിടെ റോഡ് സൈഡിൽ ഒരു ബിൽഡിങ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ബിൽഡിങ്. അപ്പുറത്തൊരു ബിൽഡിങ് ഉണ്ട്.
ഇതും ഇവരെ എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം, അറിയില്ല. ഇപ്പം എന്താ വർക്ക് നടക്കുന്നുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ഫുട് ഓവർ ബ്രിഡ്ജ് പറഞ്ഞത്. ആർക്കൊന്നും തോന്നേണ്ടത് അത് തന്നെയാണ്. കണ്ടിട്ട് ഇവിടെ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ടോൾ പ്ലാസൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റുള്ള വർക്കുകളൊക്കെയാണ്, ബാക്കിയുള്ള അതിൻ്റെ വർക്കുകളൊക്കെയാണ് കഴിയാണ്ട്. സോറി, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു, കയറാൻ പറ്റൂല. ഇതാണ് ഈ ടോൾ പ്ലാസ. ഇതാണ് ഇപ്പോൾ ഈ വെട്ടിച്ചിറ ചുങ്കം ഭാഗം നമ്മൾ തുടങ്ങിയതാണ് ഈ ഭാഗം വരെയുള്ളത്. അപ്പോൾ ആരെങ്കിലും ചാനൽ പുതുതായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.